നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ താനൂർ, പെരിന്തൽമണ്ണ എന്നീ നിയോജക മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര അറബിക്കടലിനോട് ചേർന്ന് മനോഹരമായ തീരദേശ ഭൂപ്രകൃതിയും ചരിത്രപരവും സാംസ്കാരികവും വാണിജ്യപരവുമായ പ്രാധാന്യവും പേറുന്ന നാടായ താനൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. തിരൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന താനൂർ മുനിസിപ്പാലിറ്റിയും ഒഴൂർ, പൊന്മുണ്ടം, താനാളൂർ, നിറമരുതൂർ, ചെറിയ മുണ്ടം എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം രൂപപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലാകെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, സാംസ്കാരികം തുടങ്ങിയ സമസ്ത മേഖലകളിലും വലിയ വികസന മുന്നേറ്റങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം വഹിച്ചത്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1000 കോടിയിലധികം രൂപയുടെ തീരദേശ ഹൈവേ, 100 കണക്കിന് കോടിയുടെ കുടിവെള്ള പദ്ധതികൾ, പ്രധാന റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണം, സ്കൂളുകളുടെയും കോളേജിന്റെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ആധുനിക സ്റ്റേഡിയം, സിനിമാ തിയേറ്റർ, ആരോഗ്യരംഗത്തെ കരുതൽ, നൈപുണ്യ വികസന പദ്ധതികൾ, ഇങ്ങനെ താനൂരിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ നടപ്പിലാക്കിയത്. കിഫ്ബിയിലൂടെ ലഭിച്ച 100 കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ഈ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഊർജം നൽകുന്നത്. രണ്ടായിരത്തി 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ശേഷം നമ്മുടെ സംസ്ഥാനത്ത് അത്ഭുതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. എൻ്റെ മണ്ഡലമായ താനൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത് കിഫ്ബി ഫണ്ടുകളാണ്. സംസ്ഥാനത്ത് 25 വർഷമായി കിഫ്ബി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഈ കഴിഞ്ഞ 8.5 വർഷമാണ് ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള വിദ്യാലയങ്ങൾ, ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ ഈ കിഫ്ബി പദ്ധതിയിലൂടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിയോജക മണ്ഡലത്തിലെ MLA എന്നുള്ള രീതിയിൽ ഏറെ സന്തോഷം പകരുന്നതാണ്. മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ വർഷങ്ങളായി കാത്തിരുന്നിട്ടുള്ള ഈ പ്രവൃത്തികളാണ് ഇപ്പോൾ നടപ്പിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട
നിരവധി കാര്യങ്ങൾ, മേൽപ്പാലങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോന്നായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ച കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കിഫ്ബിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. കാരണം അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. കാരണം വികസനം എത്തിയതിൻ്റെ ഒരു സന്തോഷം നമ്മളോട് പങ്കുവെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കിഫ്ബി പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന അതിലെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. കേരളത്തിൻ്റെ വികസന രംഗത്ത് നാഴികക്കല്ലായി കിഫ്ബിയുടെ പ്രവർത്തനം മാറി എന്നുള്ളത് കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ അത് തുടങ്ങിയെങ്കിലും കഴിഞ്ഞ 8.5 വർഷമായി ഏറ്റവും നല്ല രീതിയിൽ കിഫ്ബിയുടെ പ്രവർത്തനം നടന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഈ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ഓർമ്മയിൽ കിഫ്ബി എന്നും ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര വള്ളുവനാടിന്റെ ചരിത്രവും സാംസ്കാരിക പെരുമയും പേറുന്ന ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച മലപ്പുറത്തിന്റെ പ്രധാന വാണിജ്യ സാംസ്കാരിക സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലൂടെയാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയും ഒപ്പം പുലാമന്തോൾ, താഴേക്കാട്, വെട്ടത്തൂർ, മേലാറ്റൂർ, ഏലംകുളം, ആലിപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളും ചേർന്ന ഈ മണ്ഡലം ആരോഗ്യ പരിപാലന രംഗത്ത് കേരളത്തിൽ തന്നെ ഒരു പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്നു. നിരവധി പ്രമുഖ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇത്രയേറെ സാധ്യതകളുള്ള ഈ നാടിന്റെ കൂടുതൽ സമഗ്രമായ വളർച്ച ഉറപ്പാക്കുന്നതിനും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി വലിയ തോതിലുള്ള നിക്ഷേപമാണ് നടത്തുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, കുടിവെള്ളം, തദ്ദേശ സ്വയംഭരണം, നൈപുണ്യ വികസനം തുടങ്ങി എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയത്. ഈ വികസന മുന്നേറ്റങ്ങൾ പെരിന്തൽമണ്ണയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ്. ഇവിടെ പൂർത്തിയാക്കിയ ഓരോ പദ്ധതിയും അത് പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയുടെ പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ഉണ്ടെങ്കിൽ ഏത് നാടിനും വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിൽ നമ്മൾ കാണുന്നത്. ഈ വികസന മുന്നേറ്റം പെരിന്തൽമണ്ണയെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ ശോഭനമായ ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 വർഷക്കാലം പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എനിക്കേറെ അഭിമാനത്തോടു കൂടി പറയാൻ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനമായും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൗദ്ധിക തലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കിടയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ നാട് മാറുന്നതുമായി ബന്ധപ്പെട്ട വളരെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ സാധിച്ചു എന്നത് അഭിമാനമായി കാണുകയാണ്. പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും
അവരുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചും പ്രവർത്തിക്കാനുമാണ് 4 വർഷക്കാലം ഞാൻ കഠിനമായി അധ്വാനിച്ചത്. അവരുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവർക്ക് വലിയ സ്വപ്നങ്ങൾ നൽകാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും വിധം അവർക്ക് ഒരു ഇൻ്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഇവിടെ MLA ആയി വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ചെമ്മാണിയോട് ബൈപ്പാസ് ആയിരുന്നു. അന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ആ റോഡിനെ കുറിച്ചുള്ള പത്രവാർത്തകളാൽ നിറഞ്ഞ ഒരു കാലമായിരുന്നു. റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമല്ലാതെയായി തീർന്ന ഒരു സമയമായിരുന്നു. ആളുകൾക്കെല്ലാം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ചെമ്മാണിയോട് റോഡ് പൂർത്തിയാക്കുക എന്നുള്ളത്. അന്ന് കോവിഡ് കാരണം 1 കോടി രൂപ മാത്രം MLA-മാർക്ക് അനുവദിച്ചിരുന്ന ഘട്ടത്തിൽ ആദ്യ വർഷത്തിലെ മുഴുവൻ തുകയുടെയും പകുതിയായ 50 ലക്ഷം രൂപ ചെമ്മാണിയോട് ബൈപ്പാസിന് നീക്കിവെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ 50 ലക്ഷം കൂടി ബഹുമാനിയായ പ്രസിഡന്റ് MK റഫീഖയുമായി ചേർന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ചെമ്മാണിയോട് റോഡിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. നമ്മുടെ നാട്ടിലെ പല ചെറിയ റോഡുകളുടെയും പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ ഒരു 4 വർഷക്കാലത്തിനകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ വലിയ റോഡുകൾ ഏറ്റെടുക്കുന്നതെല്ലാം അത് സമ്പൂർണ്ണമായും പരിഹരിക്കപ്പെടണം എന്ന നിലയിലാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. മേലാറ്റൂരിൽ ഇത്തരമൊരു വലിയ ആവശ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പരിഹരിക്കാൻ കഴിഞ്ഞു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ മണലായ മുതുകുരിശി റോഡിലെ പ്രശ്നമായിരുന്നു. ഇതേപോലെ ആളുകൾക്ക് ഒട്ടും നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ അന്ന് ബഹുമാന്യനായ മഞ്ഞളാംകുടി അലി സാഹിബിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ നടക്കാതെ പോയ ഒരു സമയത്ത് അത് പൂർണ്ണമായും സഫലമാക്കിക്കൊണ്ട് മണലായ റോഡിൻ്റെ പകുതി ഭാഗം പൂർണ്ണമായും ടാറിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചു. രണ്ടാമത് മണലായ മുതുകുരിശി റോഡ് പൂർണ്ണമായും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ബൈപ്പാസായി മാറും എന്നതുകൊണ്ട് തന്നെ 5 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് സമ്പൂർണ്ണമായും ആ റോഡിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആലിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പള്ളിക്കുന്ന് കാമ്പ്രം റോഡിൻ്റെ പ്രവൃത്തി 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു, ഉദ്ഘാടനം ചെയ്തു. പാറക്കണ്ണി റോഡിൻ്റെ പ്രവർത്തനം സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു, അത് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നിരവധി റോഡുകൾ, ഇപ്പോൾ താഴെക്കോട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഉള്ള റോഡായിരുന്നു പുത്തൂർ റോഡ്. പുത്തൂർ റോഡിന് 2 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിൽ നഗരസഭയുടെ പ്രവർത്തന രംഗത്ത് പലതരത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഫണ്ട് ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചാണ് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കക്കൂത്ത് ടൗൺ ഹാൾ ബൈപ്പാസാണ്. അത് മാഡ് റോഡിൽ നിന്ന് വരുന്ന നമ്മുടെ വാഹനങ്ങൾ മുഴുവനും ഇപ്പോൾ ഈ വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ്. 2 കോടി രൂപ അനുവദിച്ചു, അത് പൂർത്തിയായി. ഇപ്പോൾ 1 കോടി രൂപയും കൂടി അനുവദിച്ചുകൊണ്ട് അത് സമ്പൂർണ്ണമായും ആ ഹൈവേ പൂർത്തിയാവുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അപഖ്യാതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡ് പട്ടാമ്പി റോഡാണ്. പട്ടാമ്പി റോഡിൻ്റെ പ്രവർത്തന രംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ MLA ആകുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. പക്ഷേ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, നിരവധി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം തരണം ചെയ്ത് ഒടുവിൽ പട്ടാമ്പി റോഡ് ആ കോൺട്രാക്ടറിൽ നിന്നും പൂർണ്ണമായും എടുത്തു മാറ്റി അതിൻ്റെ പ്രവൃത്തിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 1 കോടി രൂപ കൂടി പാസ്സാക്കി. ഇപ്പോൾ പുളിങ്കാവ്, ചെറുകര ഗേറ്റ്, ചില്ലീസ് ജംഗ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ മേലാറ്റൂർ, ഉച്ചാരക്കടവ് ഭാഗങ്ങളിൽ റെയിൽവേ ഗേറ്റിൻ്റെ പരിസരം ഉൾപ്പെടെ പൂർണ്ണമായും ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രാഫിക്കബിൾ റോഡായി അത് മാറിയെങ്കിലും
നമ്മൾ ബാക്കി വരുന്ന 140 കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നു. അതിൽ പകുതിയോളം വർക്കാണ് ഇപ്പോൾ സമ്പൂർണ്ണമായി നടന്നത്. ബാക്കി തുക കൂടി കൂട്ടി 125 കോടിയുടെ പുതിയ പ്രപ്പോസൽ കൊടുത്തു. പുതിയൊരു ടെൻഡറിലേക്ക് പോവുകയാണ്. അത് ടെൻഡർ കഴിയുന്നതോടുകൂടി ശാശ്വതമായി ആ റോഡുകളുടെ പരിഹാരം ഉണ്ടാകും. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പല റോഡുകൾ ഇപ്പോൾ നമ്മൾ അത് ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. സ്കൂളുകളുടെ വികസന കാര്യത്തിൽ, പ്രത്യേകിച്ചും LP സ്കൂളുകൾ അടക്കമുള്ള വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഓരോ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിരവധി വിദ്യാലയങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാര LP സ്കൂള്, താഴേക്കോട് സ്കൂള്, തേലക്കാട് സ്കൂള്, അതുപോലെ നിരവധി സ്കൂളുകൾ അങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വരുമ്പോൾ അടഞ്ഞുകിടന്ന കൊടികുത്തിമല നമുക്കെല്ലാവർക്കും അറിയാം. ഈ പെരിന്തൽമണ്ണക്കാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു, പ്രത്യേകിച്ച് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം. കോവിഡിന് ശേഷം അടച്ചുപൂട്ടിയ കൊടികുത്തിമലയിൽ സമ്പൂർണ്ണമായും കാട് മൂടിക്കിടന്ന് ആ റോഡിലേക്ക് പോലും ഒരു മനുഷ്യന് കയറാൻ പറ്റാത്ത വിധം സമ്പൂർണ്ണമായും ലോക്കായിരുന്ന ഒരു വലിയ പ്രോജക്റ്റിനെ പൂർണ്ണമായും ടേക്ക് ഓഫ് ചെയ്യാനും ആ പ്രൊജക്റ്റ് ഇന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാന്യരായ MLA മാർ മന്ത്രിയുടെ നേതൃത്വത്തിൽ വന്ന്, ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ വന്ന് കൊടികുത്തിമല കാണുമ്പോൾ അവർക്ക് തന്നെ അവിശ്വസനീയമാം വിധം 360 ഡിഗ്രിയിൽ വ്യൂ ഉള്ള കേരളത്തിലെ ആദ്യത്തെ സ്ഥലമെന്ന നിലയിൽ വീണ്ടും അവർ 50 ലക്ഷം രൂപ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഈ കാലയളവിനുള്ളിൽ 2 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. വളരെ വലിയ ട്രാഫിക്കിംഗ് അവിടേക്ക് വന്നു. 100 കണക്കിന് ആളുകൾ ദിവസവും വരുന്ന തരത്തിലേക്ക് നമുക്ക് കൊടികുത്തിമലയെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ അതിനോടനുബന്ധമായി വരികയും ഒരു ഇക്കോണമി സെറ്റാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഏറ്റവും വലിയ സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ക്രിയ IAS അക്കാഡമിയാണ്. ആദ്യത്തെ വർഷം തന്നെ 100 കുട്ടികളിൽ നിന്ന് 9 കുട്ടികളെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പ്രാപ്തമാക്കിക്കൊണ്ടാണ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര വയനാടൻ ചുരത്തിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന വാണിജ്യവും കാർഷിക സംസ്കൃതിയും കൈകോർക്കുന്ന കൊടുവള്ളി നിയോജക മണ്ഡലത്തിലൂടെയാണ്. താമരശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊടുവള്ളി മുനിസിപ്പാലിറ്റിയും കാട്ടിപ്പാറ, കിഴക്കോത്ത്, നരിക്കുനി, ഓമശ്ശേരി, താമരശ്ശേരി എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും കോഴിക്കോട് താലൂക്കിലെ മടവൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. കഴിഞ്ഞ 10
വർഷങ്ങൾക്കുള്ളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന സംവിധാനവും ചേർന്ന് നടപ്പിലാക്കിയ 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കൊടുവള്ളിയുടെ സിരകളിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നത്. ഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ജീവനാഡിയായ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ ഒരു വിപ്ലവം തന്നെയാണ് നടന്നത്. അതോടൊപ്പം അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം, ഏവർക്കും പ്രാപ്യമായ ആരോഗ്യ സംരക്ഷണം, യുവതലമുറയ്ക്ക് വഴികാട്ടുന്ന നൈപുണ്യ വികസന പദ്ധതികൾ, ഇങ്ങനെ സമഗ്രമായ ഒരു മാറ്റത്തിനാണ് കൊടുവള്ളി സാക്ഷ്യം വഹിച്ചത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ സിംഹഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലാണ്. കോഴിക്കോട് നഗരത്തെ വയനാടൻ മലനിരകളെയും മറ്റ് കിഴക്കൻ പ്രദേശങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഇടനാഴിയാണ് കൊടുവള്ളി. അതുകൊണ്ട് തന്നെ സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കേണ്ടത് ഈ നാടിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിച്ചിരുന്ന യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തോടെ 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയത്. ഈ റോഡ് ശൃംഖലയിലെ പൊന്തൂവലാണ് മലയോര ഹൈവേ. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ മലയോര മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബൃഹത് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം കൊടുവള്ളി മണ്ഡലത്തിലൂടെയാണ് പോകുന്നത്. തലയാട് മുതൽ കോടഞ്ചേരി വരെയുള്ള 18 കിലോമീറ്റർ ഭാഗം നിർമ്മിക്കുന്നതിനായി 106 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഈ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നതോടെ മലയോര കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാൻ സാധിക്കും. ടൂറിസം മേഖലയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കും. ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഇത് വഴിയൊരുക്കും. ചുരുക്കത്തിൽ കൊടുവള്ളി മണ്ഡലത്തിൽ ഗതാഗത രംഗത്ത് നടപ്പിലാക്കുന്നത് കേവലം നവീകരണമല്ല, അതൊരു വിപ്ലവം തന്നെയാണ്. ആയിരക്കണക്കിന് കോടിയുടെ ഈ നിക്ഷേപം ഈ നാടിന്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട്. ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരമാണ്. ഈ തിരിച്ചറിവോടെയാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളും ഈ വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. ഒരു കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം പിന്നോക്കം നിന്നിരുന്ന പല സ്കൂളുകളും ഇന്ന് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതിന് ഊർജ്ജം പകർന്നത് കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊടുവള്ളി നിയോജക മണ്ഡലത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഈ സർക്കാരും കിഫ്ബിയും സൃഷ്ടിക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ, സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാപ്യമായ ആരോഗ്യ പരിരക്ഷ, ഇവയെല്ലാം ഓരോ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെയും ജീവിതത്തിൽ പുരോഗതിയും സംതൃപ്തിയും വെളിച്ചം നിറയ്ക്കും. വികസനത്തിന്റെ ഈ സ്വർണ്ണത്തിളക്കം കൊടുവള്ളിയുടെ യശസ് ഇനിയും ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.